വിശദമായ വാർത്തകളിലേക്ക്. കൊലവിളി പ്രസംഗവുമായി യുവമോർച്ച പ്രവർത്തകനെ മർദ്ദിച്ച നടക്കാവ് സിഐക്കെതിരെ വധഭീഷണി. നടക്കാവ് സിഐ യൂണിഫോമിൽ അല്ലായിരുന്നുവെങ്കിൽ ശവം ഒഴുകി നടന്നേനെയെന്ന റനീഷ്. സിഐ ജിജീഷിന്റെ കൈ വെട്ടിമാറ്റണമെന്ന ബിജെപി ജില്ലാ ജനറൽ സെക്രട്ടറി മോഹനൻ. ഞങ്ങളുടെ പ്രവർത്തകരെ നീ അടിച്ചിട്ടുണ്ട് എങ്കിൽ, ആ കാക്കിയുടെ ബലത്തിലാണ് നീ അടിച്ചതെങ്കിൽ, ആ കാക്കി മാത്രമാണ് നിന്റെ സംരക്ഷണം എന്നുള്ളത് നീ ഓർത്തോ. മറിച്ച് നീ പോലീസുകാരനല്ലാതെയായിരുന്നു ഞങ്ങളുടെ പ്രവർത്തകരെ അടിച്ചിരുന്നതെങ്കിൽ മണിക്കൂറുകൾക്കുള്ളിൽ നിന്റെ ശവശരീരം ഈ റോഡിലൂടെ ഒരു സംശയം നിനക്കുണ്ട്. ഞങ്ങളുടെ സാധാ പ്രവർത്തകർ മുതൽ ഞങ്ങളുടെ ഏതെങ്കിലും ഒരു പ്രവർത്തകനെ ഇത്തരത്തിലാണ് നേരിടാനാണ് പിണറായിയുടെ പോലീസിന്റെ തീരുമാനമെങ്കിൽ ഈ പത്രമാധ്യമങ്ങളെയും പോലീസ് ഉദ്യോഗസ്ഥരെയും സാക്ഷി നിർത്തി പറയുന്നു, ഒരു 6 മാസം ജയിലിൽ കിടക്കാൻ ഞങ്ങളിൽ 1 or 2 പേർ തയ്യാറായ തീരാവുന്ന പ്രശ്നമേ ഇതിനുള്ളൂ. കണ്ണൂരും കോഴിക്കോടും തൃശ്ശൂരുമുള്ള സെൻട്രൽ ജയിലുകളിൽ ഇന്നും ജീവപര്യന്തം ശിക്ഷ അനുഭവിക്കുന്ന ധാരാളം പ്രവർത്തകരുണ്ട്. ഞങ്ങളുടെ ധാരാളം പ്രവർത്തകരുണ്ട്. അവരൊന്നും മാങ്ങ പറിക്കാൻ പോയിട്ട് കേസ് കുടുങ്ങി ജയിലിൽ കിടക്കുന്നവരല്ല എന്ന് ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥർ മനസ്സിലാക്കണം. വൈഷ്ണവേഷിന്റെ ബോക്സിംഗ് സ്റ്റൈലിൽ ഇടിക്കാൻ നേതൃത്വം കൊടുത്ത ജിജീഷിനോട് നമുക്ക് പറയാനുള്ളൂ, സിപിഎമ്മുകാരോട് പൊരുതിയിട്ടുണ്ടെങ്കിൽ വെട്ടിയാൽ മുറിയുന്ന ശരീരം തന്നെയാണ് ജിജീഷെ. നിങ്ങളത് എന്നെ ഓർമ്മിപ്പിക്കുകയാണ്. ബോക്സിംഗ് സ്റ്റൈലിൽ ഇടിച്ച കൈപ്പത്തിയുണ്ടല്ലോ, ഞങ്ങളൊരു നിമിഷം അനുവദിച്ചാൽ ആ കൈപ്പത്തി കാണില്ല എന്ന് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ഞങ്ങൾക്കൊരു സ്വഭാവമുണ്ട്. ഞങ്ങൾ ആരെയും അങ്ങോട്ട് ആക്രമിക്കുന്നവരല്ല. ഞങ്ങൾ ആരെയും ആക്രമിച്ച ചരിത്രവുമില്ല. പക്ഷേ ഇങ്ങോട്ട് ആക്രമിച്ചാൽ ചിലപ്പോൾ ഞങ്ങൾ സഹിക്കും. പക്ഷേ തിരിച്ചു കൊടുത്തവരാണ്. വൈകിപ്പോയാൽ പൈലിസ സഹിതം തിരിച്ചടിച്ച പാരമ്പര്യം ഈ പ്രസ്ഥാനത്തിനുണ്ട്. എസ് വിനേഷ് കുമാർ വിവരങ്ങളുമായി ചേരുകയാണ്. വിനേഷ്, ബജറ്റിന് പിന്നാലെയുള്ള പ്രതിഷേധം അത് നാടെങ്ങും തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അത്തരത്തിൽ യുവമോർച്ചയുടെ പ്രതിഷേധത്തിലാണ് ഇത്തരത്തിൽ സംഘർഷത്തിലേക്ക് കടക്കുകയും ഈ പ്രവർത്തകനെ വളരെ ക്രൂരമായി മർദ്ദിച്ചു എന്നുള്ള ആരോപണവുമായി യുവമോർച്ച രംഗത്തേക്ക് വരികയും ചെയ്ത സാഹചര്യമുള്ളത്. അതിന് പിന്നാലെയാണ് ഈ സിഐക്ക് നേരെയുള്ള ഈ ഒരു കൊലവിളി പ്രസംഗം, അല്ലേ? ആര്യ, കഴിഞ്ഞ ദിവസം കോഴിക്കോട് മുഖ്യമന്ത്രി എത്തിയപ്പോൾ പ്രതിഷേധ സമരത്തിൽ പങ്കെടുത്ത ആളായിരുന്നു വൈഷ്ണവേഷും പോലീസും തമ്മിൽ വാക്കേറ്റമുണ്ടായി. ഇതേ തുടർന്ന് വൈഷ്ണവേഷിനെ പോലീസ് മർദ്ദിച്ചു. സിഐയുടെ നേതൃത്വത്തിലുള്ള പോലീസ്, നടക്കാവ് സിഐ ജിജീഷിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് മർദ്ദിച്ചു എന്നാണിപ്പോൾ യുവമോർച്ചയുടെ ആരോപണം. ഇതിൽ ഈ ജിജീഷിനെ പിരിച്ചുവിടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് യുവമോർച്ചയുടെ നേതൃത്വത്തിൽ കോഴിക്കോട് കമ്മീഷണർ ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. ഈ മാർച്ച് സംഘർഷത്തിൽ കലാശിച്ചു. മാർച്ചിന് പിന്നാലെ നേതാക്കൾ പ്രസംഗിച്ചപ്പോഴാണ് വളരെ പ്രകോപനപരമായതും കൊലവിളി നടത്തുന്നതുമായ പ്രസംഗം ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഇതിൽ ബിജെപിയുടെ ജില്ലാ പ്രസിഡന്റായ VK സജീവന്റെ പ്രസംഗത്തിന് ശേഷമാണ് ഈ മോഹനൻ, അതായത് ബിജെപിയുടെ ജില്ലാ സെക്രട്ടറി മോഹനാണ് ആദ്യം പ്രസംഗിച്ചത്. അയാളായിരുന്നു ഈ അതായത് ഇയാളുടെ കൈപ്പത്തി വെട്ടി നീക്കണം, ഞങ്ങളെ തിരിച്ചടിച്ചാൽ ഞങ്ങളും അടിക്കും, ഞങ്ങൾ അടിച്ചു തന്നെയാണ് ഞങ്ങൾക്ക് പരിചയം എന്ന ഉൾപ്പെടെ, അതായത് ഈ CIയെ കൈകാര്യം ചെയ്യും എന്നുള്ള രീതിയിലായിരുന്നു. തൊട്ടു പിന്നാലെ വന്ന യുവമോർച്ചയുടെ ജനറൽ സെക്രട്ടറിയും കോഴിക്കോട് കോർപ്പറേഷൻ കൗൺസിലറുമായ റനീഷാണ് പിന്നീട് ഇയാളുടെ ശവം ഒഴുകി നടക്കേണ്ടി വരും, ഇയാളെ ആ രീതിയിലുള്ള ഒരു വധഭീഷണി മുഴക്കുന്ന തരത്തിലുള്ള ഒരു പ്രസംഗം നടത്തിയത് നമുക്കതിൽ തന്നെ കേൾക്കാൻ കഴിയുന്നുണ്ട്. കേരളത്തിലെ സെൻട്രൽ ജയിലുകളിൽ BJP പ്രവർത്തകർ കിടക്കുന്നത് മാങ്ങ പറിക്കാൻ പോയിട്ടല്ല, മറിച്ച് ഞങ്ങൾ തിരിച്ചും പ്രത്യാക്രമണങ്ങൾ നടത്തിയിട്ടാണ് എന്നുള്ളതായിരുന്നു അവരുടെ പ്രസംഗം. രണ്ടുപേരുടെയും പ്രസംഗം വളരെ പ്രകോപനപരമായിരുന്നു. ഇതേ തുടർന്ന് പോലീസ് ഈ രണ്ടുപേർക്കുമെതിരെ, മോഹനെതിരെയും BJP ജില്ലാ ജനറൽ സെക്രട്ടറി മോഹനെതിരെയും അതുപോലെ തന്നെ യുവമോർച്ചയുടെ ജനറൽ സെക്രട്ടറിയും കൗൺസിലറുമായ റനീഷിനെതിരെയും ഇപ്പോൾ കേസെടുത്തിരിക്കുകയാണ്. ഏതൊക്കെ വകുപ്പുകൾ പ്രകാരമാണ് ഇപ്പോൾ ഇവർക്കെതിരെ കേസെടുത്തിട്ടുള്ളത് വിനേഷ്? ഇവർക്കെതിരെ പ്രസംഗം, അതുപോലെ തന്നെ വധഭീഷണി മുഴക്കൽ, ഈ പ്രകോപനപരമായി സംസാരിച്ചു എന്നും വധഭീഷണി മുഴക്കിയത് ഉൾപ്പെടെയുള്ള വകുപ്പുകളാണ് ഇപ്പോൾ. അത് പോലീസിനെതിരെ, അതുപോലെ തന്നെ പോലീസിന്റെ കൃത്യനിർവഹണത്തെ തടസ്സപ്പെടുത്തുന്ന രീതിയിലുള്ള പ്രകോപനപരമായ പ്രസംഗം, ഒപ്പം തന്നെ വധഭീഷണി മുഴക്കൽ എന്നീ വകുപ്പുകൾ ഉൾപ്പെടുത്തിയാണ് ഇപ്പോൾ രണ്ടാൾക്കുമെതിരെ കേസെടുത്തിട്ടുള്ളത്. രണ്ടാളും വളരെ ആവേശത്തോടു കൂടിയായിരുന്നു പ്രസംഗിച്ചത്. യുവമോർച്ചയുടെ പ്രവർത്തകരെല്ലാം തന്നെ, ഒരുപാട് യുവമോർച്ച പ്രവർത്തകർ ഈ ഒരു മാർച്ചിൽ പങ്കെടുത്തിരുന്നു. ഇതിന് പിന്നാലെ മാർച്ച് സംഘർഷത്തിൽ കലാശിച്ചു.
പോലീസ് ജലപീരങ്കി ഉപയോഗിച്ചു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ രണ്ടുപേരും പ്രസംഗം നടത്തിയിരിക്കുന്നത്. ഈ റനീഷ് പ്രസംഗിക്കുന്നതിന്റെ മുമ്പ് സുബ്രഹ്മണ്യൻ കൃത്യമായി തന്നെ ഈ കാര്യങ്ങൾ പറയുന്നു. അയാളുടെ കൈപ്പത്തി വെട്ടി നീക്കണം, ഞങ്ങളെ തിരിച്ചടിച്ചവരെ ആരെയും ഞങ്ങൾ കൈകാര്യം ചെയ്യാതെ വിട്ടിട്ടില്ല എന്നുള്ള ഒരു ധ്വനിയിലായിരുന്നു സംസാരം. അതിനുശേഷം റിനീഷ് സംസാരിച്ചപ്പോഴും അതുതന്നെയായിരുന്നു. ഇയാളുടെ ശവം അയാൾക്ക് ആക്കിയിട്ടത് നന്നായി, അല്ലെങ്കിൽ അയാളുടെ ശവം ഒഴുകി നടക്കുമായിരുന്നു എന്നുള്ള രീതിയിൽ വളരെ പ്രകോപനപരവും കൊലവിളി നടത്തുന്നതുമായ ഒരു പ്രസംഗമായിരുന്നു ഈ രണ്ടാളുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. തീർച്ചയായും വിനേഷ് തുടരുക. എന്തായാലും കൊലവിളി പ്രസംഗവുമായി യുവമോർച്ച പ്രവർത്തകനെ മർദ്ദിച്ച നടക്കാവ് സിഐക്കെതിരെയാണ് ഇപ്പോൾ വധഭീഷണി ഉണ്ടായിരിക്കുന്നത്. നടക്കാവ് സിഐ യൂണിഫോമിൽ അല്ലായിരുന്നുവെങ്കിൽ ശവം ഒഴുകി നടന്നേനെ, സിഐയുടെ കൈ വെട്ടി മാറ്റണം തുടങ്ങിയ ഭീഷണികളും ആഹ്വാനങ്ങളുമൊക്കെയാണ് BJP ജില്ലാ ജനറൽ സെക്രട്ടറിയുടെ ഭാഗത്ത് നിന്നടക്കം ഉണ്ടായിട്ടുള്ളത്. ആ കാക്കി മാത്രമാണ് നിന്റെ സംരക്ഷണം എന്നുള്ളത് നീ ഓർത്തോ? മറിച്ച് നീ പോലീസുകാരനല്ലാതെയായിരുന്നു ഞങ്ങളെ പ്രവർത്തകരെ അടിച്ചിരുന്നതെങ്കിൽ മണിക്കൂറുകൾക്കുള്ളിൽ നിന്റെ ശവശരീരം ഈ റോഡിലൂടെ പോകുന്നതിൽ ഒരു സംശയം നിനക്കുവേണ്ട. ഞങ്ങളുടെ സാധാ പ്രവർത്തകർ മുതൽ ഞങ്ങളുടെ ഏതെങ്കിലും ഒരു പ്രവർത്തകനെ ഇത്തരത്തിലാണ് നേരിടാനാണ് പിണറായിയുടെ പോലീസിന്റെ തീരുമാനമെങ്കിൽ ഈ പത്രമാധ്യമങ്ങളെയും പോലീസ് ഉദ്യോഗസ്ഥരെയും സാക്ഷി നിർത്തി പറയുന്നു, ഒരു 6 മാസം ജയിലിൽ കിടക്കാൻ ഞങ്ങളിൽ 1-2 പേർ തയ്യാറായാൽ തീരാവുന്ന പ്രശ്നമേ ഇതിനുള്ളൂ. കണ്ണൂരും കോഴിക്കോടും തൃശ്ശൂരുമുള്ള സെൻട്രൽ ജയിലുകളിൽ ഇന്നും ജീവപര്യന്ത ശിക്ഷ അനുഭവിക്കുന്ന ധാരാളം പ്രവർത്തകരുണ്ട്. ഞങ്ങളുടെ ധാരാളം പ്രവർത്തകരുണ്ട്. അവരൊന്നും മാങ്ങ പറിക്കാൻ പോയിട്ട് കേസ് കുടുങ്ങി ജയിലിൽ കിടക്കുന്നവരല്ല എന്ന് ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥർ മനസ്സിലാക്കണം. വൈഷ്ണവേഷിന്റെ ബോക്സിംഗ് സ്റ്റൈലിൽ ഇടിക്കാൻ നേതൃത്വം കൊടുത്ത ജിജീഷിനോട് ഒന്നേ ഞങ്ങൾക്ക് പറയാനുള്ളൂ, CPM-കാരോട് പൊരുതിയിട്ടുണ്ടെങ്കിൽ വെട്ടിയാൽ മുറിയുന്ന ശരീരം തന്നെയാണ് ജിജീഷെ, നിങ്ങളത് എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ബോക്സിംഗ് സ്റ്റൈലിൽ ഇടിച്ച കൈപ്പത്തിയുണ്ടല്ലോ, ഞങ്ങളൊരു നിമിഷം അനുവദിച്ചാൽ ആ കൈപ്പത്തി കാണില്ല എന്ന് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ഞങ്ങൾക്കൊരു സ്വഭാവമുണ്ട്, ഞങ്ങൾ ആരെയും അങ്ങോട്ട് ആക്രമിക്കുന്നവരല്ല, ഞങ്ങൾ ആരെയും ആക്രമിച്ച ചരിത്രവുമില്ല. പക്ഷേ ഇങ്ങോട്ട് ആക്രമിച്ചാൽ ചിലപ്പോൾ ഞങ്ങൾ സഹിക്കും, പക്ഷേ തിരിച്ചു കൊടുത്തവരാണ്. വൈകിപ്പോയാൽ പൈലിസ സഹിതം തിരിച്ചടിച്ച പാരമ്പര്യം ഈ പ്രസ്ഥാനത്തിനുണ്ട്. മറ്റ് വാർത്തകളിലേക്ക്. ഡൽഹി മേയർ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടിക്ക് വിജയം. മേയറായി ആം ആദ്മി പാർട്ടിയിലെ ഷെല്ലി ഒബ്രോയ് തെരഞ്ഞെടുക്കപ്പെട്ടു. 34 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് ജയം. കൂടുതൽ വിവരങ്ങളുമായി മനു ഭരത് ചേരുന്നുണ്ട്. മനു, ഈ ഡൽഹി മേയർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ കുറച്ചധികം ദിവസങ്ങളായി, നാളുകളായി ഒക്കെ വലിയ പ്രതിഷേധവും ആക്രമണവും അതോടൊപ്പം തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വാഗ്വാദങ്ങളും വാക്പോരുകളും ഒക്കെ നടന്നിരുന്നതാണ്. ഇപ്പോൾ എന്തായാലും ആ ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടുണ്ട്. ആം ആദ്മിക്കൊപ്പം തന്നെ ഈ ജയം നിന്നിരിക്കുന്നു. വിശദാംശങ്ങൾ. കുറച്ചു കാലമായി ഇത് സംബന്ധിച്ചുള്ള തർക്കങ്ങളും നിയമ പോരാട്ടങ്ങളും ഒക്കെ നടക്കുകയായിരുന്നു. ഏതായാലും കോടതി ആം ആദ്മിക്ക് അനുകൂലമായൊരു വിധിയാണ് തെരഞ്ഞെടുപ്പിൽ പ്രഖ്യാപിച്ചത്. അതായത് ഈ 10 കോർട്ട് അംഗങ്ങൾക്ക് വോട്ട് ചെയ്യാൻ കഴിയില്ല എന്ന് വന്നു. ഏതായാലും ഇന്ന് നടന്ന മുനിസിപ്പൽ കോർപ്പറേഷൻ ഓഫ് ഡൽഹിയുടെ മേയർ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മിയുടെ ഷെല്ലി ഒബ്രോയ് 150 വോട്ടുകളാണ് കരസ്ഥമാക്കിയിരിക്കുന്നത്. അതേസമയം BJPയുടെ സ്ഥാനാർത്ഥി രേഖ ഗുപ്തയ്ക്ക് 116 വോട്ടുകളാണ് ലഭിച്ചത്. ഈ വിജയിച്ച ആം ആദ്മി മേയറെ കെജ്രിവാൾ അനുമോദിച്ചു. ഡൽഹിയിലെ ജനങ്ങൾ വിജയിച്ചിരിക്കുന്നു, ഗുണ്ടാ പ്രവർത്തനമാണ് പരാജയപ്പെട്ടത് എന്നായിരുന്നു കെജ്രിവാളിന്റെ പ്രതികരണം. അതേസമയം വിജയിച്ച ഷെല്ലി ഒബ്രോയ് കെജ്രിവാളിനോടും അതുപോലെ മനോജ് സിസോദിയോടും ലഫ്റ്റനന്റ് ഗവർണറോടും തന്റെ നന്ദി രേഖപ്പെടുത്തി. ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷൻ ആക്ട് കൃത്യമായി പാലിച്ചുകൊണ്ട് നിയമപരമായി പ്രവർത്തിക്കും എന്ന ഷെല്ലി ഒബ്രോയ് വ്യക്തമാക്കി. ജനങ്ങളുടെ സ്വപ്നം സാക്ഷാത്കരിക്കാനാണ് പ്രവർത്തിക്കുക. 10 ഗ്യാരണ്ടികൾ അവർ ഈ ഡൽഹിയിലെ പൗരന്മാർക്ക് നൽകിയിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം വളരെ ശുചിത്വമുള്ള ക്ലീൻ ഡൽഹി എന്നതാണ്. ഏതായാലും 274 അംഗങ്ങളുള്ള ഡൽഹി ഈ ഇലക്ട്രൽ കോളേജിൽ വളരെ കൃത്യമായ ഒരു ഭൂരിപക്ഷത്തോടു കൂടി തന്നെയാണ് ഷെല്ലി ഒബ്രോയ് വിജയിച്ചിട്ടുള്ളത്. ഇനി ഡെപ്യൂട്ടി മേയറിന്റെയും അതുപോലെ തന്നെ 6 സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളെയും ആണ് ഇനി തെരഞ്ഞെടുക്കാനുള്ളത്. ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തേക്ക് ആം ആദ്മിയുടെ അലേ മുഹമ്മദാണ് മത്സരിക്കുന്നത്. കമൽ ബാഗ്വിയാണ് BJP സ്ഥാനാർത്ഥി.
അതുപോലെ തന്നെ സ്റ്റാൻഡിംഗ് കമ്മിറ്റികളിലേക്കും ഇനി തെരഞ്ഞെടുപ്പ് നടക്കേണ്ടതുണ്ട്. ശരി, മനോഭരത്താണ് വിവരങ്ങൾ നൽകിയത്. ഡൽഹി മേയർ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടി വിജയിച്ചിരിക്കുന്നു. ആം ആദ്മി പാർട്ടിയുടെ ഷെല്ലി ഒബ്രോയി മേയറാകും. വാർത്തകളിലേക്ക് എത്താം, ഇടവേളയ്ക്ക് ശേഷം. സുബി സുരേഷ് ഇനി ഓർമ്മ. പ്രശസ്ത സിനിമ TV സീരിയൽ താരം സുബി സുരേഷ് അന്തരിച്ചു. 41 വയസ്സായിരുന്നു. കൊച്ചി രാജഗിരി ആശുപത്രിയിലായിരുന്നു അന്ത്യം. കരൾ രോഗത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു. രാവിലെ 9:35ഓടെയായിരുന്നു സുബി സുരേഷിന്റെ അന്ത്യം. കരൾ രോഗം വർദ്ധിച്ചതിനെ തുടർന്ന് ജനുവരി 28-ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും സ്ഥിതി നാൾക്കുനാൾ വഷളായി. പ്ലാസ്മ ചികിത്സ അടക്കം നടത്തിയെങ്കിലും കാര്യമുണ്ടായില്ലെന്നും അവയവമാറ്റത്തിനുള്ള നിയമ നടപടികൾ പൂർത്തിയായി വരികയായിരുന്നുവെന്നും ചികിത്സിച്ച ഡോക്ടർ സണ്ണി പറഞ്ഞു. ഈ കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയുടെ അനുമതി നൽകുവാനായിട്ടിരിക്കുകയായിരുന്നു. കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ അതിനുള്ള എല്ലാ ക്രമങ്ങളും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട്, അതായത് ഇൻസ്റ്റിറ്റ്യൂഷണൽ മെഡിക്കൽ ബോർഡ് കൂടുകയും ഇതിനുള്ളതായ അവയവമാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് വേണ്ട നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ നിമിഷം മുതൽ തന്നെ ഈ ചികിത്സയോട് പ്രതികരിക്കാതെ സുബി മോശമായിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആദ്യം വൃക്കയെ ചെറുതായിട്ട് ബാധിച്ചു. വളരെ പെട്ടെന്ന് തന്നെ അത് ഹാർട്ടിനെ ബാധിച്ചു. ഒരു കാർഡിയാക് ഫെയിലിയറിലേക്ക് പോയി. അങ്ങനെയാണ് ഇപ്പോൾ കാർഡിയാക് ഫെയിലിയർ കൊണ്ടാണ് ഇപ്പോൾ മരണം സംഭവിച്ചിരിക്കുന്നത്. സുബി സുരേഷിന്റെ മൃതദേഹം ഇന്ന് രാജഗിരി ആശുപത്രിയിൽ സൂക്ഷിക്കും. നാളെ രാവിലെ വരാപ്പുഴയിലെ വീട്ടിലേക്ക് കൊണ്ടുപോകും. പുത്തൻപള്ളി ഓഡിറ്റോറിയത്തിലെ പൊതുദർശനത്തിന് ശേഷം വൈകിട്ട് ചേരാനല്ലൂർ പൊതുശ്മശാനത്തിൽ സംസ്കാര ചടങ്ങുകൾ നടക്കും. പെട്ടെന്ന് വയ്യായ്ക വരികയും അത് കൂടുതലാവുകയും ചെയ്തു. അപ്പം ഞങ്ങളൊരു 5 ദിവസം മുമ്പ് വരികയും ICU കയറി കണ്ട് സുബിയോട് സംസാരിക്കുകയൊക്കെ ചെയ്തിരുന്നു. ഞാനും ടിനി ടോമും ഒരു സുഹൃത്ത് സമതും ഒക്കെ കൂടെ വന്നാണ് കണ്ടത്. അപ്പോഴൊക്കെ അത്യാവശ്യം ഒരു നമ്മുടെ ഡോക്ടർമാരോടൊക്കെ 2-3 തവണ ഇന്നലെയും കൂടെ ഇവിടുത്തെ ചീഫിനോട് സംസാരിച്ചിരുന്നു. അപ്പോൾ പറഞ്ഞു അതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള അവസ്ഥകളിൽ തന്നെയാണ്. നമ്മൾ കൊണ്ട് പറ്റുന്ന രീതിയിൽ പരമാവധി കാര്യങ്ങളിലെല്ലാം നോക്കുന്നുണ്ടായിരുന്നു. കരൾ സംബന്ധമായ അസുഖമായിരുന്നു. അതിൻ്റെ മറ്റ് കാര്യങ്ങളും ട്രാൻസ്പ്ലാന്റും ഡോണറും കാര്യങ്ങളൊക്കെ ആകുമ്പോഴത്തേക്ക് അത് ഹൃദയത്തിന് ചെറിയ ഹൃദയം വീക്കായി എന്ന് പറഞ്ഞു. അതിൻ്റെ തിരക്കുകളിലോട്ട് പോയി. പിന്നെ ഒരു മനുഷ്യ ശരീരം എന്നുള്ള നിലയിൽ അത് പെട്ടെന്നുണ്ടായ ഇന്ന് രോഗം മൂർജിക്കുകയും ഇൻഫെക്ഷൻ ആയിരുന്നു കരളിലൊക്കെ. അത്തരത്തിൽ പെട്ടെന്ന് പോവുകയാണ് ചെയ്തത്. മഞ്ഞപ്പിത്തം ബാധിച്ചതാണ് രോഗം വഷളാകാൻ കാരണമെന്ന് കുടുംബാംഗങ്ങൾ പറഞ്ഞു. സുബിയുടെ വീട്ടിൽ നിന്നും MS അനീഷ് കുമാറിന്റെ റിപ്പോർട്ട്. സുബി സുരേഷിൻ്റെ വരാപ്പുഴയിലെ വീടിന് അടുത്താണ് നമ്മളിപ്പോൾ ഉള്ളത്. വലിയ ദുഃഖത്തിലാണ് നാട്ടുകാരും ബന്ധുക്കളടക്കമുള്ള ആളുകൾ. നമുക്ക് എന്തായാലും ബന്ധുവായ ആന്റണിയിലേക്ക് തന്നെ പോവാം. സാർ, എങ്ങനെയാണ്? കുറേ നാളായി ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായിരുന്നു, എന്തൊക്കെയാണ്? ഇല്ല, അങ്ങനെ ആരോഗ്യ പ്രശ്നമൊന്നുമില്ല. ഇനി 28-ാം തീയതിയാണ് രാവിലെ ഒരു 11:30 ഹോസ്പിറ്റലിൽ പോണത്. അപ്പോൾ പോണ സമയത്ത് വണ്ടിയിലിരുന്ന് എന്നെ കണ്ടപ്പോൾ ഞാൻ ഇതെന്ത് പറ്റി സുബി, ഭയങ്കര മഞ്ഞപ്പാനല്ല, ആങ്കിളെ മഞ്ഞപ്പിത്തോന്ന് തോന്നണ്, ഭയങ്കര. ഞാൻ ഹോസ്പിറ്റലിൽ പോകണം ചെക്ക് ചെയ്തിട്ട് ആ പോക്ക് പോയിട്ട് പിന്നെ വന്നിട്ടില്ല. പിന്നെ ഞാൻ പോയിട്ട് എനിക്ക് കാണാൻ പറ്റിയില്ല. പിന്നെ എൻ്റെ മക്കളും വൈഫും എല്ലാവരും ദിവസം പോയിട്ട് രാത്രി 3 മണി 2 മണിക്കൊക്കെയാണ് വന്നത്. മഞ്ഞപ്പിത്തം വന്നത് അറിഞ്ഞില്ലായിരിക്കും അല്ലേ? അറിഞ്ഞില്ല. പിന്നെ അത് കരളിലോട്ട് കയറി. അങ്ങനെ ഓരോരോ പ്രശ്നങ്ങൾ ഓരോ ദിവസവും വരുന്നു. ഈ പ്രോഗ്രാമിന് പോകുന്നു വരുന്നു അങ്ങനെയൊക്കെ ആ പരിപാടിക്കൊക്കെ ഇത് മഞ്ഞപ്പിത്തമുണ്ടായിട്ടും പോയെന്ന് തോന്നണ്. അല്ലാതെ ഇത്രയും വഷളാവൂല. ഇനി പോയെന്ന് തോന്നണ അത്ര കാര്യമാക്കിയില്ല. വളരെ എനർജറ്റിക് ആയിരുന്നു ആള്. ആ പോണ വരെ ആക്റ്റീവ് ആയിരുന്നു. ഒരു ഇവിടെ നിന്ന് നടന്നാണ് ഞങ്ങൾ വണ്ടി കയറിയത്, അങ്ങോട്ട് പോയത്. ഈ വിവാഹത്തെ പറ്റിയൊക്കെയുള്ള ആലോചനകളൊക്കെ നടന്നു. അതിനുള്ളൊരു ഇല്ല, അതൊക്കെ വെറുതെ പറഞ്ഞു. അവർക്ക് കഴിക്കണമെന്ന് ആഗ്രഹമില്ല. ഇനി അതൊക്കെ വെറുതെ ചാനലിലൊക്കെ വെറുതെ പറഞ്ഞാണ് ആൾക്കാർ. ഒന്നുമില്ല. ഇവിടെ കുറെ വർഷമായോ താമസിക്കുന്നത്? ഇവിടെ ഒരുപാട് വർഷമായി. എന്തായാലും ആരോഗ്യവതിയായി തന്നെയാണ് ഇവിടുന്ന് പോയത് എന്നാണ് ബന്ധുക്കൾ പറയുന്നത്. പക്ഷേ വളരെ പെട്ടെന്ന് തന്നെ എല്ലാം നടന്നൊരു മഞ്ഞപ്പിത്തത്തെ തുടർന്നുണ്ടായ പ്രശ്നങ്ങളാണ്. നമുക്കൊപ്പം സുബിയുടെ സുഹൃത്തായ റൈമോളുണ്ട് അല്ലേ?
എങ്ങനെയായിരുന്നു ഒരു ആരോഗ്യനില കുറച്ച് നാളുകളായിട്ട്? എന്താണ് പെട്ടെന്ന് ഇത്ര വഷളാവുന്നത്? അതിനെപ്പറ്റി എനിക്കറിയില്ല. ഞാൻ ഒരു 3 ആഴ്ച മുമ്പേ ഞാൻ ചേച്ചീനെ വഴിയിൽ വെച്ച് കണ്ടു. എന്നാൽ ചേച്ചി ഇങ്ങനെ ഹോസ്പിറ്റലിൽ പോവാണെന്ന് പറഞ്ഞു. അതിന് ശേഷം പിന്നെ ഞാൻ 2-3 ദിവസം മുമ്പേ അനിയനിങ്ങനെ സ്റ്റാറ്റസ് അവൻ്റെ ചേച്ചി മോളായിട്ടുള്ളത് ഫോട്ടോ ഇട്ടപ്പോൾ ഞാൻ വെച്ചാൽ അവനെന്താ ഇങ്ങനെ ഒരു ഫോട്ടോ മാറ്റിയെന്ന് വെച്ചിട്ട് അവൻ്റെ അടുത്ത് അങ്ങനെ ചോദിച്ചു, ഏതാ ചേച്ചിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് പറഞ്ഞപ്പോഴാണ് അവൻ പറയുന്നത് ഇങ്ങനെ പ്ലാസ്മ ട്രീറ്റ്മെൻറ്റിലാണ് ചേച്ചി, ICUലേക്കാണ്, കുറച്ച് ഒരു ക്രിട്ടിക്കലാണ്, എന്നാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അതിന് ഇന്നലെ ഞാൻ ആൻഡ്രിയായിട്ട് സംസാരിച്ചപ്പോൾ ചേച്ചി കുഴപ്പമില്ല, സംസാരിച്ചൊക്കെ തുടങ്ങി, റിക്കവറായി എന്നൊക്കെ പറഞ്ഞതാണ്. പക്ഷേ ഇന്ന് രാവിലെ ഞാൻ എണീക്കുമ്പോൾ നോക്കുമ്പോൾ ഫോണിൽ ഒരുപാട് കോൾസാണ്. ഞാൻ ചോദിച്ചു ഇതെന്താ ഇവരെല്ലാവരും ഇങ്ങനെ രാവിലെ ഇത്ര കോൾ വിളിച്ചിരിക്കുന്നത്? അപ്പോൾ ഒരു പുള്ളിക്കാരത്തി എന്നെ വിളിച്ചിട്ട് പറഞ്ഞാൽ സുബി ഇങ്ങനെ പോയി എന്ന് അറിഞ്ഞല്ലോ ന്യൂസ്. ഞാൻ പറഞ്ഞു ഒന്ന് വെറുതെ ഇരി ചേച്ചി, വെറുതെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു. ഞാൻ ഇന്നലെയും കൂടി വിളിച്ച് സംസാരിച്ചപ്പോൾ കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞത്. അങ്ങനെ ഞാൻ പെട്ടെന്ന് ആൻഡ്രിയനെ വിളിച്ചപ്പോഴാണ് അവൾ പറയുന്നത് ഇങ്ങനെ ചേച്ചി പോയി ചേച്ചി എന്ന് പറഞ്ഞൊക്കെ അറിഞ്ഞു. അപ്പോൾ എനിക്കത് സഹിക്കാൻ പറ്റുന്നതിൻ്റെ അപ്പുറമായിരുന്നു. കാരണം പെട്ടെന്ന് ഈ ഒരു 2 ആഴ്ച മുമ്പേ എന്ന് പറഞ്ഞാൽ അത്ര നിസ്സാര ദിവസങ്ങൾക്ക് മുമ്പേ കണ്ടൊരു വ്യക്തി, അത്രയും നല്ല എനർജറ്റിക് ആയിട്ട് കണ്ടൊരു വ്യക്തി ഒറ്റയടിക്ക് ഇല്ല എന്ന് പറയുമ്പോൾ അന്നേരം നമ്മൾ കണ്ടപ്പോൾ പറയും കൂടി ചെയ്ത് നമുക്ക് അടുത്ത ഷൂട്ടൊക്കെ റെഡിയായി വരുന്നുണ്ട്, നമുക്ക് ഒന്നിച്ച് ചെയ്യണം, ഇനി ഉണ്ടാവില്ല, നമുക്ക് പേയ്മെൻറ്റൊക്കെ സെറ്റാക്കാന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ നല്ല രീതിയിൽ സംസാരിച്ച് പോയതാണ്. ഇപ്പം ഞാനിന്ന് പെട്ടെന്ന് ഓടി വന്ന് തന്നെ ചേച്ചീനെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ വന്നപ്പോഴാണ് അറിയുന്നത് ചേച്ചീനെ കൊണ്ടുവന്നിട്ടില്ല, രാജഗിരിയിലാണ്, ഇങ്ങനെ അവിടെയാണ് ഇന്നിപ്പോൾ ഉള്ളത്, നാളെയാണ് കൊണ്ടുവരുന്നതെന്നൊക്കെ. ചേച്ചി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഹെൽപ്പ് ചെയ്തതാണ്. ഞാൻ 2002 മുതൽ ചേച്ചിയുടെ കൂടെ ഉള്ളതാണ്. ഞങ്ങൾ ഒരുപാട് ഡാൻസേഴ്സ് ചേച്ചിയുടെ കൂടെയാണ് വളർന്ന് വലുതായത്. ചേച്ചി ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എൻ്റെ കല്യാണത്തിന് ശേഷം. ഇപ്പോഴും ഈ ലേറ്റസ്റ്റ് അടക്കം എനിക്ക് ഒരുപാട് ഹെൽപ്പൊക്കെ ചെയ്തൊരു വ്യക്തി. നമുക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റുന്നില്ല ഒരാളായിരുന്നില്ല ഇങ്ങനെ പെട്ടെന്ന് പോയി എന്ന് പറഞ്ഞപ്പോഴേ. കാരണം വെച്ചാൽ ഏത് നേരത്തും വിളിച്ച ഒരു ഹെൽപ്പ് ചെയ്യാനായിട്ട് ഇറങ്ങി വരുന്നൊരു ആളായിരുന്നു. ഭയങ്കര പോസിറ്റീവ് എനർജിയുള്ള ഒരാളായിരുന്നു. സത്യം പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ അസുഖമൊക്കെ ഇത്ര ഉണ്ടായിരുന്നു എന്ന് അറിയുമ്പോൾ തന്നെ ഞങ്ങളൊന്നും അറിയിച്ചിട്ടുണ്ടായിരുന്നില്ല ഒന്നും. ഞാനൊക്കെ ഇപ്പോൾ ഇത്രയും ഒരു വേസ്റ്റ് കണ്ടീഷനിലായിരുന്നു ചേച്ചി എന്നൊക്കെ അറിഞ്ഞപ്പോൾ എന്തുകൊണ്ട് ചേച്ചി ഒന്നും പറഞ്ഞില്ല എന്നുള്ളൊരു ഇതായിരുന്നു. കാരണം ആരും ഒന്നും അറിയിച്ചിരുന്നില്ല, എല്ലാം ഒറ്റയ്ക്ക് സഫർ ചെയ്യുന്നൊരു ലേഡി ആയിരുന്നു. നല്ല വിൽ പവർ ഉള്ളൊരു ഗേളായിരുന്നു പുള്ളിക്കാരത്തി. ഈ സ്റ്റേജിലൊക്കെ നിങ്ങൾ നിൽക്കുമ്പോഴും ഒരു വലിയ ജനക്കൂട്ടത്തൊക്കെ ഒന്നിച്ച് കയ്യിലെടുക്കാനുള്ളൊരു കഴിവുണ്ടായിരുന്നല്ലേ ആ സ്റ്റേജിന്? ഭയങ്കര കഴിവായിരുന്നു പുള്ളിക്കാരത്തി. ഭയങ്കര കോമഡി ആയിരുന്നു. ഭയങ്കര എല്ലാവരെയും പെട്ടെന്ന് കയ്യിലെടുക്കും. ഭയങ്കര എന്താ പറയുക, ഭയങ്കര പോസിറ്റീവ് എനർജി ആയിരുന്നു. ഒരുപാട് പേർക്ക് അവസരം കൊടുത്തിട്ടുണ്ടല്ലേ നിങ്ങളെയൊക്കെ പോലെ? ഒരുപാട് പേർക്ക്. കാരണം എന്ന് വെച്ചാൽ ഞാനും കൃഷ്ണപ്രഭ ഞങ്ങളൊക്കെ ചേച്ചിയുടെ കൂടെ ഒന്നിച്ച് ഹാർമോണിയം വൈറ്റ്ലയിൽ ഒന്നിച്ച് ഡാൻസ് കളിച്ചതാണ്. ചേച്ചി കൃഷ്ണനൊക്കെ കൊണ്ടുപോയത് ചേച്ചി തന്നെയാണ് കോമഡി ഇതിലേക്ക് കൊണ്ടുവന്ന്. അങ്ങനെ അവിടെ നിന്ന് സിനിമയിലേക്ക് കയറി. അങ്ങനെ ഒരുപാട് ആർട്ടിസ്റ്റുകൾ ചേച്ചി കൈപിടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഒരുപാട് പേർക്ക് ചേച്ചി ഓപ്പർച്യൂണിറ്റീസ് കൊടുത്തിട്ടുണ്ട്. എന്തായാലും വലിയ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഒക്കെ വലിയ ഞെട്ടൽ തന്നെയാണ് ഉള്ളത്. രാജഗിരിയിലെ മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുന്ന മൃതദേഹം നാളെ വരാപ്പുഴയിലേക്ക് എത്തിക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ള കാര്യം പുറത്തേക്ക് അറിയിച്ചിരുന്നില്ല. പക്ഷേ മഞ്ഞപ്പിത്തം ബാധിച്ചതോടുകൂടി ആരോഗ്യനില കൂടുതൽ വഷളായി. പിന്നീട് തിരിച്ചു വരാനുള്ള എല്ലാ ശ്രമങ്ങൾ നടത്തിയെങ്കിലും അവ പൂർണ്ണമായും പരാജയപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങിയത്. സുബിക്ക് ആദരാഞ്ജലി അറിയിച്ചതിനൊപ്പം കരൾ മാറ്റം നടത്തി ജീവിതം രക്ഷിക്കാൻ നടത്തിയ വിഫല ശ്രമത്തെക്കുറിച്ച് സുരേഷ് ഗോപി ഓർക്കുന്നു. അവയവമാറ്റ നിയമത്തിലെ കാഠിന്യമാണ് കരൾ മാറ്റം വൈകിച്ചത്. അവയവമാറ്റ നിയമത്തിൽ കുറച്ചുകൂടി കരുണ വരേണ്ടതാണ്. എന്നാൽ നിയമങ്ങൾ കഠിനമാകാൻ കാരണം ഈ രംഗത്തെ കള്ളത്തരങ്ങളാണെന്നും അദ്ദേഹം പറഞ്ഞു. അകാലത്തിൽ എന്ന് പറഞ്ഞാലും നമുക്ക് ശരിയാവും തോന്നുന്നു. വളരെ തെറ്റായ പ്രായത്തിലും വളരെ നല്ല സമയത്തുമാണ് ഈ നഷ്ടമുണ്ടാവുന്നത്. ഒത്തിരി സങ്കടകരമായിട്ട് തോന്നുന്നു. ഇത് അങ്ങനെ ഒരു പ്രായമൊന്നും എത്തിയില്ലല്ലോ. പ്രായം എത്തിപ്പോകുന്നതാണെങ്കിലും നമ്മൾ കുറച്ച് നമ്മുടെ ദുഃഖത്തിന് ഒരു ആഴം കുറയുന്നത് അങ്ങനെയൊക്കെയാണ്. പക്ഷെ ഇത് എനിക്ക് തോന്നുന്നു TV രംഗത്തെ അല്ലെങ്കിൽ ചെറിയ വിനോദ പെട്ടിയിലെ ഏറ്റവും മുൻപേയായ കൽപ്പന സിനിമയിൽ എങ്ങനെയായിരുന്നു അതുപോലെയുള്ള ഒരു പ്രകടനക്കാരിയായിരുന്നു സുബി. തീരാ നഷ്ടമെന്നല്ല, ഭയങ്കര കഷ്ടം തോന്നുന്നു. എന്തോ ഇത് ഒരു സംഭവിക്കാൻ പാടില്ലാത്ത ഒരു നഷ്ടം തന്നെയാണ്. അതിനുള്ള സമയമൊന്നും ആയില്ലായിരുന്നു. അതിൽ ദുഃഖമുണ്ട്.
വാർത്തകളിലേക്ക്. ജെറുസലേം സന്ദർശനത്തിന് പോയ വിശ്വാസി സംഘത്തിൽ നിന്ന് 6 പേർ ബോധപൂർവം കടന്നുകളഞ്ഞുവെന്ന് ഫാദർ ജോസ്വ. കടന്നവർക്ക് വലിയ സ്വാധീനമുണ്ടെങ്കിലേ പലസ്തീനിൽ നിന്ന് ഇസ്രായേലിലേക്ക് പോകാൻ കഴിയൂ. പോലീസിൽ നിന്ന് ശക്തമായ നിയമ നടപടി പ്രതീക്ഷിക്കുന്നുവെന്നും ഫാദർ ന്യൂസ് 18നോട് പറഞ്ഞു. കേരളത്തിൽ നിന്ന് സർക്കാർ നേതൃത്വത്തിൽ ഇസ്രായേലിലേക്ക് പോയ കർഷക സംഘത്തിൽ നിന്ന് ഒരാൾ ചാടിപ്പോയ സംഭവം വലിയ വിവാദമായിരിക്കുകയാണ്. സർക്കാർ അക്കാര്യത്തിൽ മറുപടി പറയേണ്ട ഒരു നിലനിൽക്കുന്ന സാഹചര്യവുമാണ്. അപ്പോഴാണ് മറ്റൊരു വാർത്ത കൂടി വന്നത്. ഇവിടെ നിന്ന് തീർത്ഥാടകരായി പോയ 6 പേർ, അവരും അവിടെ ഇസ്രായേലിൽ നിന്ന് ഇങ്ങനെ ഈ സംഘത്തിൽ നിന്ന് മാറി. അവരെക്കുറിച്ച് ഇപ്പോൾ യാതൊരു വിവരവുമില്ല. ഫാദർ ജോഷ്വ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഇദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇസ്രായേലിലേക്ക് പോയത്. ഫാദർ, ഇത് ആദ്യമായിട്ടാണോ ഇങ്ങനെ ഒരു സംഘമായി പോകുമ്പോൾ ആളുകൾ ചാടി പോകുന്നത്? ഞാൻ 2006 തൊട്ട് പോകുന്നതാണ്. എന്റെ ഗ്രൂപ്പിൽ നിന്ന് ആദ്യമായിട്ടാണ് പോകുന്നത്. പക്ഷെ ഞാനിപ്പോൾ അറിയുന്നത് പല ഗ്രൂപ്പുകളിൽ നിന്നും ഇവിടേക്ക് ഇറങ്ങി പോവുകയും ഫൈൻ അടയ്ക്കുകയൊക്കെ ചെയ്ത് തിരിച്ചു കയറി വന്നതായിട്ടുള്ള ഞാൻ കേട്ടിട്ടുണ്ട്. ഇപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഇവിടെ നിന്നുള്ള ഏജൻസി ഉണ്ട്, ട്രാവൽ ഏജൻസി മുഖേനയാണ് പോകുന്നത്. അവരിതിന് വലിയ ഫൈനാണ് അടയ്ക്കുന്നത്. ഇപ്പം തന്നെ ഇന്നലെ തന്നെ 15 ലക്ഷം രൂപ അവർ ഇമ്മീഡിയറ്റ് അടയ്ക്കേണ്ടി വന്നു. കാരണം അല്ലെങ്കിൽ പിന്നെ അവർക്ക് മുന്നോട്ട് വർക്ക് ചെയ്യാനൊക്കത്തില്ല, അവർ ബാൻ ചെയ്യും. അപ്പം 15 ലക്ഷം രൂപ ഫസ്റ്റ് ഗഡുവായിട്ട് അടച്ചു. ഇനി എനിക്ക് തോന്നുന്നു അത് ഏതാണ്ട് 25 ലക്ഷം രൂപയ്ക്ക് മുകളിൽ അവർക്ക് ഫൈൻ അടയ്ക്കേണ്ടി വരും. അത് സാമ്പത്തിക നഷ്ടം. അതിലുപരി നമ്മുടെ ക്രെഡിബിലിറ്റിയെ ചോദ്യം ചെയ്യുന്നതാണ്. നമ്മൾ ഇങ്ങനെ ഒരു സേവനം ചെയ്യുമ്പോൾ അതിൽ വലിയ ക്രെഡിബിലിറ്റിയെ ചോദ്യം. ഇപ്പം സർക്കാരിൻ്റെ ഞാനൊരിക്കലും സർക്കാരിനെ കുറ്റം പറയത്തില്ല. എത്ര ശ്രമിച്ചാലും ഇപ്പോൾ ഇതിനകത്ത് ഇതിനാൾ ചാടേണ്ടവും ചാടുമെന്ന് മനസ്സിലായി. കാരണം ഇപ്പം എൻ്റെ അവിടെ നിന്ന് പോയേക്കുന്നത് ഇസ്രായേൽ രാജ്യമല്ല, പാലസ്തീൻ. അതായത് ബേത്ലഹീം പാലസ്തീനിലാണ്. അത് ഇസ്രായേലിനുള്ളിൽ തന്നെയാണ്. പാലസ്തീനായ ബേത്ലഹീമിൽ നിന്ന് വെളുപ്പിന് ഇറങ്ങി പോകണമെങ്കിൽ അത്ര ഈസിയല്ല. അവിടെ നല്ല ഹോൾഡുള്ള ആളുകൾ ആരെങ്കിലും അവരുടെ വണ്ടിയും കൊണ്ട് വന്നല്ലാതെ അവർക്ക് ഒരിക്കലും ഇവർക്ക് ബേത്ലഹീമിൽ നിന്ന് ഇസ്രായേലിലേക്ക് മൂവാക്കത്തില്ല. അപ്പോൾ കാരണം ബേത്ലഹീം പാലസ്തീൻ ഏരിയയാണ്. അപ്പം സംഭവിച്ചത് എങ്ങനെയാണെന്നുള്ള അച്ഛനൊന്ന് വിശദീകരിക്കാമോ? അതായത് ഒരു ഗ്രൂപ്പ് ഞാൻ പോകുന്നത് ഞങ്ങളുടെ ഐൻ ഖരീം എന്ന് പറയും, അത് ഇസ്രായേലിൻ്റെ ഒരു പാർട്ടാണ്. അത് ഞാൻ ഒരു മലയുടെ മുകളിലേക്കാണ് പള്ളി. അപ്പം എൻ്റെ കൂടെ ആൾക്കാർ വന്നു. നടക്കാൻ വയ്യാത്തവർ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന വേറൊരു സഹായിക്കുന്ന ആളുണ്ട്. പുള്ളിക്കാരൻ അവിടെ കീപ്പ് ചെയ്തിരിക്കുകയായിരുന്നു. അതിനും ഗൈഡ് പറഞ്ഞു നിങ്ങൾ പണി പൊയ്ക്കോ എന്ന് പറഞ്ഞു. അപ്പോൾ അതിനിടയ്ക്ക് 3 പേര് നടക്കാൻ വയ്യാന്ന് പറഞ്ഞിരുന്നു. ആ 3 പേരാണ് ആദ്യം സന്ധ്യയ്ക്ക് പോകുന്നത്. അത് എനിക്ക് അവിടെ ഞങ്ങൾ അവിടെ എല്ലാം അന്വേഷിച്ചു. കാരണം അവിടെ കാണാൻ മിസ്സിങ് ആയതാണ്. പക്ഷെ അന്നേരം മനസ്സിലായി അവർ മിസ്സിങ് അല്ല. മിസ്സിങ് ആണെങ്കിൽ ആ ബസ് സ്റ്റേഷനിൽ ഇരിക്കണം, വേറെ എങ്ങും പോകാൻ സാധ്യതയില്ല. അവിടെ ഞങ്ങൾ കുറേ നേരം അന്വേഷിച്ചു. പിന്നെ അന്നേരം സ്വാഭാവികമായിട്ട് ഞങ്ങൾ അവർ തന്നെ പോലീസിനെ അറിയിക്കും, നമ്മുടെ ഏജൻസി തന്നെ. അവർ കിട്ടിയില്ല. അപ്പം പിന്നെ അവർ മിക്കവാറും ചിലപ്പോൾ തിരിച്ച് ഹോട്ടലിൽ വരാൻ സാധ്യത. നമ്മൾ ഒരിക്കലും ഇറങ്ങിപ്പോകുന്നു ഇങ്ങനെ മുങ്ങുക എന്നുള്ള ചിന്തയില്ല. ഹോട്ടലിൽ എത്തുമായിരിക്കും എന്നുള്ള കണക്ക് കൂട്ടി. കാരണം അവർക്കൊക്കെ ഇച്ചിരി അറിവുള്ള ആൾക്കാരാണ്. അവരെന്തിനും നമ്മൾ ആ കണക്കിലാണ് തിരിച്ച് ഹോട്ടലിൽ വന്നു. ഹോട്ടലിൽ വന്നിട്ട് അന്വേഷിച്ചപ്പം രക്ഷയില്ല. അവർ ഏജൻസി അവരെ പോലീസിലേക്ക് അറിയിക്കും. അവിടുത്തെ ഒരു സിസ്റ്റം അതാണ്, അവിടുത്തെ ഏജൻസിയാണ്. പക്ഷെ അതെന്തിനും കണ്ടെത്താൻ കഴിയില്ല. അപ്പം അത് ആ ഒരു വിഷമത്തിരിക്കുമ്പോഴാണ് വെളുപ്പിന് 6:15 6 പറഞ്ഞാൽ അവിടെ നമ്മുടെ അടുത്ത് പിന്നെ അത്രയും നേരം വിളക്കത്തില്ല. 6:15 ഇവർ ഇറങ്ങിയത് CCTV ഞങ്ങൾ പിന്നെ കണ്ടു. അവരുടെ ബോക്സ് എല്ലാം ഇങ്ങനെ അമ്മച്ചിമാർ, അത് 69 വയസ്സുള്ള സ്ത്രീകളാണ്. രണ്ടാമത് പോകുന്നത് 3 പേര്. അവർ മറ്റേതെല്ലാം വിഷമം മുഴുവൻ അറിഞ്ഞതാണ്. തലേ ദിവസം ഞങ്ങൾ ഇവരെ അന്വേഷിക്കുന്നു, കാണുന്നു, ഞാൻ വിഷമിച്ചിരിക്കുന്ന എല്ലാം കണ്ടതാണ്. അത് കഴിഞ്ഞ് ഈ അമ്മച്ചിമാർ 3 പേര് രാവിലെ ആയപ്പം കാണുന്നില്ല. ഞാൻ വിചാരിച്ചു ഹോട്ടലിൽ നമ്മുടെ റെസ്റ്റോറൻറ്റിൽ ചെന്നു. അവിടെ ഇല്ല. അവിടെ എല്ലാം അന്വേഷിച്ചു. അവസാനം അവരുടെ സ്പെയർ കീ മേടിച്ച് തുറന്നു നോക്കുമ്പോൾ അകത്തുമില്ല. അതെല്ലാം ഒന്നും അടുക്കി പെറുക്കിയിട്ടില്ല. ചുമ്മാ ബോക്സിൽ പുറത്ത് വെച്ചിട്ട് പോയിരിക്കണം. ഞങ്ങൾ CCTV നോക്കിയപ്പോൾ 6:11 അവർ ഹോട്ടലിലൂടെ നടന്ന് 3 പേരുടെ പോകുന്ന കാണുന്നുണ്ട്. ഇത് എത്ര പുരുഷന്മാരും സ്ത്രീകളാണ്? ഒരു പുരുഷനും 5 സ്ത്രീകളുമാണ് പോയേക്കുന്നത്. ഒരു പുരുഷനാണ് അതിനകത്ത് പുരുഷനായിട്ടുള്ളത്. 5 സ്ത്രീകളാണ് പോയേക്കുന്നത്. എല്ലാവരും പ്രായം എത്ര ഉള്ളവരാണ്? എല്ലാവരും തന്നെ 59-60 വയസ്സിന് മുകളിലാണ്. ഈ 3 സ്ത്രീകൾ 69-68 വയസ്സുള്ളവരാണ്. ഇത്രയും പ്രായമുള്ളവരാണ് അവസ്ഥയിൽ പോകുന്നത്. ഇവരുടെ ബന്ധുക്കൾ അവിടെ ഉണ്ടാവും. മിക്കവാറും അവരുടെ ബന്ധുക്കളുണ്ടാവും. ബന്ധുക്കളോ അല്ലെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്യാനുള്ള, അല്ലെങ്കിൽ അവർക്ക് ഉറപ്പാണ് വണ്ടി വന്നാൽ കൊണ്ടുപോയത്. അല്ലാതെ ബേത്ലഹീമിൽ നിന്ന് ഇസ്രായേലിലേക്ക് പോകാനൊക്കത്തില്ല. ട്രാൻസ്പോർട്ടേഷൻ ഇല്ല, അങ്ങനെ പൊതു ഇല്ല. മാത്രമല്ല പാലസ്തീനാണ് ബേത്ലഹീം. ഈ ബേത്ലഹീം ഭാഗത്ത് നിന്ന് ഒരാൾക്കും ഇസ്രായേലിൽ കയറണമെങ്കിൽ നല്ല ചെക്കിംഗ് ആണ്. നമ്മൾ പോകുമ്പോഴും ഇടയ്ക്ക് വെച്ച് നമ്മുടെ പാസ്പോർട്ട് ചെക്കിംഗ് ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ പാസ്പോർട്ടും നമ്മുടെ വിസയുടെ പേപ്പറും ഒന്നും ചെക്ക് ചെയ്യാതെ പോകണമെങ്കിൽ അത്രയ്ക്ക് വലിയ ലോബി ഇതിന്റെ പിറകിലുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അല്ലാതെ ഒക്കത്തില്ല. അവിടെ എപ്പോഴാണ് പോലീസിൽ പരാതിപ്പെടുന്നത്? അവിടെ തന്നെ അന്നേരം ഹോട്ടലിൽ തന്നെ അവിടെ പോലീസ് വിളിച്ചെങ്കിൽ അവരൊന്നും പാലസ്തീൻ അത്ര ഇല്ല. അന്ന് ഞാൻ പാലസ്തീൻ ഇറങ്ങിയിട്ട് വേണം എനിക്ക് പിന്നെ
അപ്പം ഇസ്രായേൽ വന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ മൊബൈൽ കിട്ടണമല്ലോ. അപ്പം എനിക്ക് വണ്ടിക്കകത്ത് കൂടുതൽ വിവരങ്ങളുമായി വി വിനോദ് ഇപ്പോൾ ചേരുകയാണ്. വിനോദ്, ഇപ്പോൾ തുടരെ സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്യുന്ന രണ്ടാമത്തെ സംഭവമാണ് ഇത്. ഇതിപ്പോൾ പലസ്തീനിൽ നിന്ന് 6 പേരെയാണ് കാണാതായിരിക്കുന്നത്. 5 സ്ത്രീകളും 1 പുരുഷനും. ഇവർ 2 സമയങ്ങളിലായാണ് ഇവർ ബോധപൂർവം ഈ ഒരു തീർത്ഥാടന സംഘത്തിൽ നിന്ന് കടന്നു കളഞ്ഞിട്ടുള്ളത്. എന്തായാലും അവിടെ പരാതി നൽകിയിട്ടുണ്ട്. ഇവിടെയും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അന്വേഷണങ്ങൾ നടക്കുന്നുണ്ടോ? പ്രാഥമികമായി ഇവർ എന്തിനു വേണ്ടി കടന്നു കളഞ്ഞു എന്നുള്ളതാണ് നിഗമനം. അറിയ ഈ മാസം 8-നാണ് ഇവിടെ നിന്നുള്ള തീർത്ഥാടക സംഘം, തിരുവനന്തപുരത്തു നിന്നാണ് ഈ സംഘം പുറപ്പെട്ടത്. 16 പേരടങ്ങുന്ന സംഘമായിരുന്നു. ഇതിൽ 6 പേരാണ് ഇസ്രായേലിൽ കാണാതായത്. അതായത് ഇവർ ചാടിപ്പോയി എന്ന് തന്നെയാണ് കരുതുന്നത്. നേരത്തെ സംസ്ഥാന സർക്കാരിന്റെ നേതൃത്വത്തിൽ പോയ കർഷകരുടെ സംഘം, അതിൽ ഒരു കർഷകൻ ചാടിപ്പോയതിന് സമാനമായി തന്നെയാണ് ഈ കാര്യത്തെയും കണക്കാക്കുന്നത്. കാരണം ഇവരുടെയൊക്കെയും പലരുടെയും ബന്ധുക്കൾ ഇസ്രായേലിലുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർ അവിടെ എത്തുകയും പിന്നീട് ഈ ബന്ധുക്കളുടെ അടുത്തേക്ക് പോകുന്നതിന് വേണ്ടി ശ്രമം നടത്തിയുമെന്നുമാണ് കരുതുന്നത്. അങ്ങനെ തന്നെയാണ് ഇവരെ കൊണ്ടുപോയ, ഇങ്ങനെ ഒരു തീർത്ഥാടക സംഘത്തെ കൊണ്ടുപോയ ഫാദർ ജോഷുവ വ്യക്തമാക്കുന്നതും. 2 ദിവസങ്ങളിലായാണ് 6 പേർ ചാടിപ്പോയത്. അതായത് 14, 15 തീയതികളിലായി ഇവർ ഈജിപ്ത് വഴി ഇസ്രായേലിലേക്ക് കടന്നു. അവിടെ ഈ പലസ്തീൻ പ്രവിശ്യയിലാണ് ബെത്ലഹേം. അവിടെ നിന്ന് 3 പേർ ചാടിപ്പോകുന്നു. അതായത് രണ്ടാമത് ആളുകളെ കാണാതായത് 3 സ്ത്രീകൾ ഹോട്ടൽ റൂമിൽ നിന്നാണ് അവരെ കാണാതായത്. ഇവരുടെ പാസ്പോർട്ട് അടക്കം ഈ യാത്ര നയിച്ച സംഘത്തിന്റെ കയ്യിലായിരുന്നു. 55 വയസ്സിന് മുകളിലുള്ള ആളുകളാണ് കാണാതായത്. അതായത് 60 വയസ്സ് ഉള്ളവർ വരെയുണ്ട്. അതുകൊണ്ട് തന്നെ പ്രായമുള്ള ആളുകളായതിനാൽ ഈ യാത്രാരേഖകളെല്ലാം ഈ സംഘത്തെ നയിച്ചിരുന്നവരാണ് കയ്യിൽ കരുതിയിരുന്നത്. ഫാദർ ജോഷോ അതോടൊപ്പം തന്നെ ഈ ടൂർ കമ്പനിയുടെ ആളുകളുമൊക്കെയുമാണ് ഈ രേഖകൾ കൈവശം വെച്ചിരുന്നത്. ഇവർ എവിടെയെങ്കിലും വെച്ച് മറന്നുപോകും, അല്ലെങ്കിൽ കളഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെയും ഈ രേഖകൾ, പാസ്പോർട്ട് ഉൾപ്പെടെയുള്ള രേഖകൾ ഇവർ കയ്യിൽ വെക്കുകയായിരുന്നു. ഇസ്രായേലിലേക്ക് സാധാരണ ഇങ്ങനെ പോകണമെങ്കിൽ വിസ ആവശ്യമാണ്. പക്ഷേ ഇവർക്ക് പ്രത്യേകം പെർമിറ്റാണ്. ഇങ്ങനെ ടൂറിസ്റ്റുകളായി ചെല്ലുന്നവർക്കുള്ള പെർമിറ്റാണ്. അതുകൊണ്ട് തന്നെ നിയമ നടപടികളിൽ കുറച്ച് ലഘൂകരിക്കപ്പെട്ട, കൂടുതൽ പ്രയാസമില്ലാതെ ഇവർക്ക് ആ രാജ്യത്തേക്ക് എത്താൻ കഴിയും. ഇത് തന്നെയാണ് ഒരു അവസരമാക്കി ഇവർ മാറ്റുന്നത്. 1.5 ലക്ഷം രൂപയാണ് ഈ ടൂർ പാക്കേജായി ഒരാളിൽ നിന്ന് ഈടാക്കുന്നത്. സാധാരണ നിലയിൽ പോയാലും ഇങ്ങനെ ഒരു തുക ചിലവാകുമെങ്കിലും അതിന്റെ നിയമ നടപടികൾ വലിയ പ്രയാസമുള്ള കാര്യമാണ്. മാത്രവുമല്ല, ബെത്ലഹേമിൽ നിന്ന്, ഈ പലസ്തീന്റെ പ്രവിശ്യയിൽ നിന്ന് ഇസ്രായേലിലേക്ക് പോകണമെങ്കിൽ അവിടെ അത്രയും സ്വാധീനമുള്ള ആളുകൾക്ക് മാത്രമേ ഇവരെ കടത്താൻ കഴിയൂ. വലിയ പരിശോധനയുള്ള അതിർത്തി പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ ഇവർക്ക്, ഈ വൃദ്ധരായ ആളുകൾക്ക് അങ്ങനെ കടന്നു പോകാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഇവർ നേരത്തെ പ്ലാൻ ചെയ്തതുമാതിരി അവിടെ എത്തുകയും അവിടെ നിന്ന് ബന്ധുക്കൾക്കൊപ്പം കടന്നു കളഞ്ഞു എന്നാണ് കരുതുന്നത്. പോലീസ് ആസ്ഥാനത്ത് പരാതി നൽകിയിട്ടുണ്ട്. ഈ സംഘം തിരികെ എത്തുന്നത് 19-ാം തീയതിയാണ്. തൊട്ടടുത്ത ദിവസം തന്നെ പരാതി കൊടുത്തു. ഇസ്രായേലുമായി ബന്ധപ്പെട്ട് നിയമ നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകുമെന്നാണ് പോലീസ് ആസ്ഥാനം വ്യക്തമാക്കുന്നതും. ആര്യ, ശരി, വി വിനോദാണ് വിവരങ്ങൾ നൽകിയത്. ജെറുസലേം സന്ദർശനത്തിന് പോയ വിശ്വാസി സംഘത്തിൽ നിന്ന് 6 പേർ ബോധപൂർവം കടന്നു കളഞ്ഞു. വാർത്തകളിലേക്ക്. ആലുവ നഗരമധ്യത്തിൽ പട്ടാപ്പകൽ പെൺകുട്ടിക്ക് നേരെ ലൈംഗികാതിക്രമം. മാറമ്പിളി സ്വദേശിനിയായ 19-കാരിയാണ് കോയമ്പത്തൂർ സ്വദേശിയായ യുവാവ് കടന്നുപിടിച്ചത്. പിടികൂടാൻ ശ്രമിച്ച നാട്ടുകാർക്ക് നേരെ ഇയാൾ കല്ലെറിഞ്ഞു. ട്രെയിനിൽ കയറാൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഓടിക്കയറിയ ഇയാളെ റെയിൽവേ പോലീസ് കീഴടക്കി. MS അനീഷ് കുമാർ വിവരങ്ങളുമായി ചേരുകയാണ്. അനീഷ്, വളരെ ഞെട്ടലുളവാക്കുന്ന സംഭവം. പട്ടാപ്പകൽ ഒരു പെൺകുട്ടിയെ ഇത്തരത്തിൽ നഗരമധ്യത്തിൽ കയറി പിടിച്ചിരിക്കുന്നു. ഈ പ്രതി എന്തായാലും പിടിയിലായിട്ടുണ്ട്. എന്താണ് പ്രാഥമികമായിട്ട് നടന്നത് എന്നതിനെക്കുറിച്ച് നമുക്ക് ലഭ്യമാകുന്ന വിവരം? അനീഷിലേക്ക് നമുക്ക് തിരികെ എത്താം. ആലുവ നഗരമധ്യത്തിലാണ് ഇത്തരത്തിൽ പട്ടാപ്പകൽ പെൺകുട്ടിക്ക് നേരെ ലൈംഗിക അതിക്രമം ഉണ്ടായിട്ടുള്ളത്. മാറമ്പിള്ളി സ്വദേശിനിയായ 19-കാരിയാണ് കോയമ്പത്തൂർ സ്വദേശിയായ യുവാവ് കടന്നുപിടിച്ചത്. പിടികൂടാൻ ശ്രമിച്ച നാട്ടുകാർക്ക് നേരെ ഇയാൾ കല്ലെറിയുന്ന ഒരു സാഹചര്യവും ഉണ്ടായി. അതിനുശേഷം ട്രെയിനിൽ കയറി രക്ഷപ്പെടാൻ ശ്രമിക്കുകയായിരുന്നു പ്രതി. ട്രെയിനിൽ കയറാൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഓടിക്കയറിയ പ്രതിയെ റെയിൽവേ പോലീസ് കീഴടക്കുകയായിരുന്നു. അനീഷ് കുമാർ ചേരുകയാണ്. അനീഷ്, എന്താണ് സംഭവിച്ചത്? വിശദാംശങ്ങൾ. ആലുവ ഇന്ന് ഉച്ചയോടുകൂടിയായിരുന്നു ആലുവയിൽ ഈ സംഭവങ്ങൾ ഉണ്ടായത്. പട്ടാപ്പകലാണ് പെൺകുട്ടിക്ക് നേരെ ലൈംഗിക അതിക്രമം ഉണ്ടായത്. മാറമ്പിള്ളി സ്വദേശിയായ 19-കാരിയാണ് നഗരത്തിൽ വെച്ച് ഈ ആക്രമണത്തിന് ഇരയായത്. മെയിൻ പോസ്റ്റ് ഓഫീസിനടുത്ത് വെച്ചാണ് കോയമ്പത്തൂർ സ്വദേശിയായ യുവാവ് യുവതിയെ
കടന്നു കൊടുത്തത്. ഉടൻ നാട്ടുകാർ തടുത്തു കൊടുക്കുകയും ഇയാളെ പിടികൂടാൻ ശ്രമിക്കുകയും ചെയ്തു. എന്നാൽ നാട്ടുകാർക്ക് നേരെ ഇയാൾ കല്ലെറിഞ്ഞ ശേഷം അവിടെ നിന്നും ഓടി രക്ഷപ്പെടുകയായിരുന്നു. പിന്നീട് ഓടി റെയിൽവേ സ്റ്റേഷനിൽ എത്തുകയും ട്രെയിനുകളിലേക്ക് കയറാനുള്ള ശ്രമം നടത്തുകയും ചെയ്തു. തുടർന്നാണ് നാട്ടുകാർ പിന്നിൽ നിന്ന് വരുന്നത് കണ്ട റെയിൽവേ പോലീസ് ഇയാളെ ബലപ്രയോഗിച്ച് കീഴടക്കി പിന്നീട് അറസ്റ്റ് ചെയ്ത് ഉണ്ടായത്. ഇയാൾ മയക്കുമരുന്ന് ലഹരിയിലായിരുന്നു എന്ന പരിശോധനയിൽ കണ്ടെത്തിയിട്ടുണ്ട്. അല്പസമയത്തിനകം കോടതിയിൽ ഹാജരാക്കി. MS അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകുന്നത്. ആലുവയിൽ നഗരമധ്യത്തിൽ പട്ടാപ്പകൽ പെൺകുട്ടിക്ക് നേരെ ലൈംഗിക അതിക്രമം നടന്നിരിക്കുന്നു. മാറമ്പിള്ളി സ്വദേശിനിക്ക് നേരെയാണ് ഇത്തരത്തിൽ ലൈംഗിക അതിക്രമം നടന്നിട്ടുള്ളത്. കോയമ്പത്തൂർ സ്വദേശിയായ പ്രതി എന്തായാലും പിടിയിലായിട്ടുണ്ട്. അനീഷ് കുമാർ തുടരുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അനീഷ്, ഈ ലഹരിയിൽ ആയതുകൊണ്ട് ആണോ ഇത്തരത്തിലൊരു ആക്രമണം നടത്തിയത് എന്നുള്ളതാണോ പോലീസിന്റെ നിഗമനം? അതോ ഈ പ്രീ പ്ലാൻഡ് ആയിട്ട് നടത്തിയ എന്തെങ്കിലും ആക്രമണമായിരുന്നോ? ഇവർ തമ്മിൽ നേരത്തെ എന്തെങ്കിലും പരിചയമുണ്ടോ, വൈരാഗ്യമുണ്ടോ, അങ്ങനെ എന്തെങ്കിലും വിവരങ്ങൾ അറിയാമോ? അത്തരത്തിൽ മുൻപരിചയമോ മറ്റു കാര്യങ്ങളോ ഇല്ല എന്നാണ് ഈ ഘട്ടത്തിൽ പോലീസ് പറയുന്നത്. കാരണം ഇയാൾ കോയമ്പത്തൂരിൽ നിന്നും എന്തോ ആവശ്യത്തിന് വേണ്ടി ആലുവയിൽ എത്തിയതാണ് താമസിക്കുന്നത്. പല ചില കാര്യങ്ങൾ പരസ്പര വിരുദ്ധമായ കാര്യങ്ങളാണ് ഇയാൾ പറയുന്നത്. ഇപ്പം ലഹരിയുടെ ഒരു പിടിത്തത്തിൽ തന്നെ ആയിരുന്നു പിടിക്കുന്ന സമയത്തും ഇയാളെ പിടികൂടുന്ന ആ സമയത്തും ഉണ്ടാവുക. അയാൾക്ക് നേരെ നിൽക്കാൻ കഴിയാത്ത തരത്തിലുള്ള ഒരു സാഹചര്യമുണ്ട് എന്ന് മനസ്സിലാക്കാനാണ് കഴിയുന്നത്. അതുകൊണ്ടാണ് ഈ പെൺകുട്ടിക്ക് നേരെ അതിക്രമം ഉണ്ടായപ്പോൾ തന്നെ നാട്ടുകാർ ഇടപെടുകയും നാട്ടുകാർ ഓടി ഇയാളെ പിടികൂടാൻ ശ്രമിക്കുകയും ചെയ്തു. അപ്പോഴേക്കും നാട്ടുകാർക്ക് നേരെ കല്ല് വലിച്ചെറിഞ്ഞാണ് ഇയാൾ അവിടെ നിന്നും ഓടി രക്ഷപ്പെട്ടത്. അത്യന്തം ലഹരിയുടേതായ ഒരു വിഭ്രാന്തി ഇയാൾ ആ ഘട്ടത്തിൽ പ്രകടിപ്പിച്ചിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിനുശേഷമാണ് ഓടി റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തുകയും ട്രെയിനിൽ കയറി രക്ഷപ്പെടാനുള്ള നീക്കം നടത്തുകയും ചെയ്തു. എന്തായാലും ആ സമയത്തേക്ക് എല്ലാവരും ജാഗ്രതയോടുകൂടി നിൽക്കുകയും റെയിൽവേ പോലീസിന്റെ കാര്യം വളരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുകയും ചെയ്തു. തുടർന്ന് റെയിൽവേ പോലീസിലെ പോലീസുകാർ എത്തി ഇയാളെ ബലപ്രയോഗിച്ച് കീഴടക്കുകയും പിന്നീട് കസ്റ്റഡിയിലേക്ക് മാറ്റുകയുമായിരുന്നു. എന്തായാലും ലഹരിയുടേതായ എല്ലാ ലക്ഷണങ്ങളും ഇയാൾ പ്രകടിപ്പിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത്തരമൊരു ലഹരിക്ക് അടിമയായി തന്നെയാണ് കുട്ടിക്ക് നേരെ അതിക്രമം നടത്താൻ സാഹചര്യം ഉണ്ടായത് എന്നാണ് പറയുന്നത്. ശരി, MS അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. ആലുവ നഗരമധ്യത്തിൽ പട്ടാപ്പകൽ പെൺകുട്ടിക്ക് നേരെ ലൈംഗിക അതിക്രമം നടന്നിരിക്കുന്നു. കോയമ്പത്തൂർ സ്വദേശിയായ പ്രതിയെ പോലീസ് പിടികൂടിയിട്ടുണ്ട്. ഇയാൾ ലഹരിയുടെ അടിമയാണ് എന്നുള്ളതാണ് പ്രാഥമികമായി പോലീസ് നൽകുന്ന വിവരം. കൊച്ചി നഗരത്തിൽ താറുമാറായ കുടിവെള്ള വിതരണം സാധാരണ നിലയിലാകാൻ 2 ആഴ്ച കൂടിയെടുക്കും. നഗരത്തിലെ കുടിവെള്ള വിതരണ സംവിധാനങ്ങൾ വകുപ്പ് മന്ത്രി നേരിട്ട് അവലോകനം ചെയ്യണമെന്ന് കൊച്ചി മേയർ ആവശ്യപ്പെട്ടു. മരടിലെ ജല അതോറിറ്റി പമ്പ് തകരാറായതോടെയാണ് കൊച്ചി നഗരത്തിലെയും സമീപ പ്രദേശങ്ങളിലെയും കുടിവെള്ള വിതരണം താറുമാറായത്. ടാങ്കറുകളിൽ ജല അതോറിറ്റി നേരിട്ട് കുടിവെള്ളം വിതരണം ചെയ്യുമെന്ന് ജില്ലാ കളക്ടർ വ്യക്തമാക്കിയെങ്കിലും ആശയക്കുഴപ്പവും അവ്യക്തതയും തുടരുകയാണ്. ജല അതോറിറ്റി ഉദ്യോഗസ്ഥർ കൂടുതൽ ഉത്തരവാദിത്തം കാട്ടണമെന്ന് കൊച്ചി മേയർ M അനിൽകുമാർ ആവശ്യപ്പെട്ടു. നഗരത്തിലെ കുടിവെള്ള വിതരണ സംവിധാനം വകുപ്പ് മന്ത്രി നേരിട്ട് അവലോകനം ചെയ്യണം. ഞാൻ മിനിസ്റ്ററോട് പറഞ്ഞു, ഈ പരാതിയല്ലട്ടോ ഞാൻ പറഞ്ഞത്, പരാതിയായിട്ടല്ല, കാരണം അവരെ പരാതി പറയേണ്ടായിരുന്നില്ല. ഞാൻ മിനിസ്റ്ററോട് പറഞ്ഞൊരു കാര്യം, കേരളത്തിൽ പലപ്പോഴും ഏറ്റവും വലിയ കുടിവെള്ളക്ഷാമം നേരിടുന്ന ഒരു സ്ഥലമായിട്ട് കൊച്ചി മാറി. അതുകൊണ്ട് മിനിസ്റ്റർ ദയവായി ഈ ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് ഈ കാര്യങ്ങൾ റിവ്യൂ ചെയ്യിക്കുന്ന പകരം മിനിസ്റ്റർ തന്നെ ഈ കാര്യം റിവ്യൂ ചെയ്യാൻ വേണ്ടി കൊച്ചി നഗരത്തിന്റെ കുടിവെള്ളം, വിശാല കൊച്ചി യിലെ കുടിവെള്ളക്ഷാമവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ മിനിസ്റ്റർ തന്നെ റിവ്യൂ ചെയ്യണം. ശുദ്ധജലക്ഷാമത്തെ തുടർന്ന് നഗരത്തിന്റെ വിവിധയിടങ്ങളിലായി നാട്ടുകാർ പ്രതിഷേധത്തിലാണ്. കരുവേലിപ്പടിയിൽ KLCAയുടെ നേതൃത്വത്തിൽ കന്യാസ്ത്രീകളടക്കമുള്ളവർ വാട്ടർ അതോറിറ്റി ഓഫീസിന് മുന്നിൽ അരിവറുത്ത് പ്രതിഷേധിച്ചു. അടുത്ത മാസം 8-ാം തീയതിയോടെ ജലവിതരണം സാധാരണഗതിയിലാക്കാമെന്നാണ് അധികൃതരുടെ പ്രതീക്ഷ. ന്യൂസ് 18 കൊച്ചി. ലേഡീസ് ബാൻഡ് പൂർണ്ണമാകുന്നു. നമസ്കാരം.